പി വി അൻവറിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനവും പ്രചരണ രംഗത്തെ നീക്കങ്ങളും ഒക്കെ തന്നെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, രാഷ്ട്രീയ കേരളം നിലമ്പൂർ എങ്ങനെയാണ് ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുൺ, അൻവറിന്റെ പ്രഖ്യാപനമൊക്കെ വന്നു കഴിയുമ്പോൾ പഴയ പ്രതാപമൊക്കെ അൻവറിനുണ്ടോ? അൻവറിന് ആ പ്രതാപത്തിൽ തന്നെ വോട്ടുറപ്പിക്കാൻ കഴിയുമോ സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുമ്പോൾ എന്നത് ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അൻവറിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? പ്രതീക്ഷ, ഈ കാലവർഷത്തും നിലമ്പൂരിൽ ചൂട് പിടിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. പി വി അൻവർ കൂടി മത്സരിക്കാൻ കളത്തിലെത്തുമ്പോൾ പലതുണ്ട് ചോദ്യങ്ങൾ. അൻവർ പിടിക്കുന്ന വോട്ടുകൾ, അൻവറിന്റെ ശക്തി പ്രകടനത്തെക്കാൾ അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരെയാകും ബാധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. യു ഡി എഫിനെ ആകുമോ എൽ ഡി എഫിനെ ആകുമോ? യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു വിലയിരുത്തലുണ്ട്. നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷം പോസിറ്റീവ് ആണെന്നൊരു വിലയിരുത്തലുണ്ട്. അതിൽ വിജയിച്ച് കടന്നുകൂടാമെന്നാണ് യു ഡി എഫിനെ സംബന്ധിച്ചൊരു പ്രതീക്ഷ. അവിടെയും ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകളുണ്ടെങ്കിൽ അത് അൻവർ പിടിച്ചു കഴിഞ്ഞാൽ അത് അനുകൂലമാകുമെന്നൊരു വിലയിരുത്തലൊക്കെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലും യു ഡി എഫിനുണ്ട്. എങ്കിലും പ്രധാനമായും ആശങ്കകൾ പലതായി നിലനിൽക്കുകയാണ്. വോട്ടുകൾ ചോർന്നു പോകുമോ എന്നൊരു ഭീതി യു ഡി എഫിനെ സംബന്ധിച്ചും എൽ ഡി എഫിനും സമാനമായ രീതിയിൽ പുറത്ത് പ്രകടമല്ലെങ്കിലും മത്സരം കടുപ്പിക്കുമ്പോൾ ആനുകൂല്യം എൽ ഡി എഫിനാകുമെന്ന വിലയിരുത്തൽ വരുമ്പോഴും എൽ ഡി എഫിനും അതൊരാശങ്കയാകും. അൻവർ എങ്ങനെ ആയിരിക്കും അൻവർ എഫക്ട് എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഒരുപക്ഷെ അൻവറിന്റെ ശക്തി പ്രകടനം നമുക്ക് കണ്ടറിയാം. അരുൺ അമർനാഥ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രതിബന്ധങ്ങൾ, വെല്ലുവിളിയൊക്കെ തന്നെ അൻവറിനെ സംബന്ധിച്ചോളം കാത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 2 തവണ വിജയക്കൊടി പാറിച്ച ഒരു സ്ഥാനാർത്ഥി, ഒരു വ്യക്തിയാണ് പി വി അൻവർ എന്നുള്ളത് വളരെ പ്രധാനമാണ്.